ഇന്ന് നമ്മളൊരു മിനി വ്ലോഗാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് നാളുകൾക്ക് ശേഷം എൻ്റെ കസിൻ വരുന്നുണ്ട് ബാംഗ്ലൂരിൽ നിന്ന്. അപ്പോൾ അവളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും പാലക്കാട് പോകുന്നത് കേട്ടോ. ഒരാളെ പിക്ക് ചെയ്യാൻ എന്തിനാണ് ഇത്രയും ആൾക്കാർ പോകുന്നത് എന്നാവും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം. കുഞ്ഞുമാവിയും പൊന്നുട്ടനും ഇന്നേ വരെ ട്രെയിന് അടുത്തുനിന്ന് കണ്ടിട്ടില്ല. മാത്രമല്ല അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ട്രെയിൻ എന്ന് പറയുന്നത്. ടി വിയിലൊക്കെ ട്രെയിനിൻ്റെ വീഡിയോസ് വെറുതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പം ഞങ്ങൾ വിചാരിച്ച് എന്തായാലും പോവല്ലേ, അപ്പം നമുക്ക് കുട്ടികളെ കൂട്ടാമെന്ന് പറഞ്ഞിട്ട് അവർക്കൊരു സന്തോഷമാവുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് മക്കളെ ഞങ്ങൾ കൂടെ കൊണ്ടുപോകുന്നത്. ഈ കാണുന്ന സ്കൂളിലാണ് ഞാൻ 5 മുതൽ 10 വരെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ നിന്ന് ഞങ്ങളൊരു 9 മണിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മേനെ ഞാൻ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ വല്ലപ്പോഴാണ് വീട്ടിലേക്ക് വരാറ്. അതിലും വല്ലപ്പോഴാണ് ഞങ്ങൾ പാലക്കാട് ഭാഗത്തേക്കൊക്കെ പോവാറ്. അപ്പോൾ അമ്മയും പോകുന്നോളൂ പറഞ്ഞിട്ട് ഞാൻ അമ്മേനെ കൂട്ടിയിട്ടുണ്ട്. അമ്മയ്ക്കൊരു ചേഞ്ച് ആവുമല്ലോ. പിന്നെ മാത്രമല്ല കുട്ടികളെ പിടിക്കാനും ഒരാളും കൂടി വേണമല്ലോ. ഈ കാണുന്നൊക്കെ കോങ്ങാട് ടൗണാണ് കേട്ടോ. ഇവിടെയാണ് ഞങ്ങളുടെ എല്ലാ വിശേഷങ്ങൾക്കും എല്ലാ പരിപാടിക്കും ഞങ്ങൾ വന്ന് ഡ്രസ്സ് എടുക്കുക. റെയിൻബോ ടെക്സ്റ്റൈൽസ്. അപ്പോൾ കോങ്ങാടുള്ള ആൾക്കാർക്ക് അറിയണ്ടാവും. ഈ റോഡൊക്കെ കാണുമ്പോൾ കൂട്ടുകാരനെ ഞാൻ നന്നായിട്ട് കളിയാക്കും. എന്തെന്ന് പറഞ്ഞാൽ ഞാനൊരു പാലക്കാടുകാരിയാണ് എന്നാണ് ഞാൻ ഇപ്പോഴും പറയുക. തീരെ ഇഷ്ടമാണെങ്കിലും എനിക്ക് ഈ ഒരു പാലക്കാടിനോട് നമുക്കൊരു ചെറിയൊരു ചായ്വുണ്ട്. അപ്പോൾ ഈ റോഡൊക്കെ കാണുമ്പോൾ ഞാൻ പറയുന്നുണ്ടോ ഞങ്ങളുടെ റോഡ് ഇത്ര നല്ല റോഡാണ്, നിങ്ങളുടെ റോഡ് എന്തിനു കൊള്ളാന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് കളിയാക്കും. മുട്ടിക്കുളങ്ങര ആ ഭാഗത്തെത്തിയപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് ഹിന്ദിക്കാരന്മാർ ഇങ്ങനെ വണ്ടിയും കാര്യങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടി സൈഡാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം കുഞ്ഞാമ്മ ഇന്നലെ വന്നപ്പോൾ മുതൽ JCB വേണം പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വീട്ടിലേക്ക് വന്നത് ഒരു വേല സമയത്തായിരുന്നില്ലേ. അപ്പോൾ അവിടെ നിറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പ്രാവശ്യം വീട്ടിലേക്ക് വരുമ്പോഴും അതൊക്കെ അവിടെ ഉണ്ട് എന്നാണ് ആള് വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ വന്നപ്പോൾ അവിടെ ഒന്നും തന്നെ ഇല്ല. അപ്പം തന്നെ കരയാൻ തുടങ്ങി, JCB വേണം JCB വേണമെന്ന്. അങ്ങനെ ഒരു വിധത്തിലാണ് നമുക്ക് മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ വഴിവെക്കിൽ ഇവരെ കണ്ടപ്പോൾ അങ്ങനെ നിർത്തി JCB മേടിച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 JCB വാങ്ങിട്ടോ ഞങ്ങൾ. ഒന്ന് മഞ്ഞ ഒന്ന് പച്ച. കുഞ്ഞാവയ്ക്ക് ഇങ്ങനെ ഈ മഞ്ഞ ഓറഞ്ച് കളറൊക്കെയാണ് ഇഷ്ടം. പൊന്നുട്ടന് എന്തെടുത്താലും പച്ച ഐസ്, പച്ച JCB എല്ലാം അവന് പച്ച തന്നെ വേണം കേട്ടോ. അപ്പോൾ അത് കിട്ടിയ സന്തോഷത്തിലാണ് ആൾക്കാർ ഇരിക്കുന്നത്. അപ്പോൾ ധ്യാൻ ഒന്നും തന്നെ മേടിച്ചു തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓന് ഈ കളിക്കുന്ന പ്രായമൊക്കെ കഴിഞ്ഞില്ല, അതിന് നമുക്ക് വേറെ എന്തെങ്കിലും മേടിച്ച് തരാം കേട്ടോ, ഡ്രസ്സോ ചെരുപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടാണ് ആളൊന്ന് ഓക്കെ ആക്കി ഇരുത്തിയിട്ടുള്ളത്. അപ്പോൾ JCB കിട്ടിയപ്പോൾ 2 ആൾ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ഇനി പോകുന്നത് നേരെ കോട്ടമൈതാനത്ത് പോകാമെന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അമ്മയ്ക്കാണ് നന്നായിട്ട് വഴി അറിയാം. എനിക്കും കുട്ടേട്ടനും എങ്ങനെ പോയാലും എപ്പോൾ പോയാലും ഞങ്ങൾക്ക് വഴി തെറ്റും. ഇതാണ് നമ്മുടെ ഒലവക്കോട് ജംഗ്ഷൻ, പാലക്കാട് ജംഗ്ഷൻ. അവിടുന്ന് കുഞ്ഞാവിക്ക് ഇതൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ ആൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറണം എന്ന് വാശി തുടങ്ങി. കാരണം ആൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ കൂക്കു തീവണ്ടി വരുന്ന സ്ഥലമാണെന്ന്. അപ്പോൾ നമുക്ക് വരുമ്പോൾ തീവണ്ടി കാണിച്ചു തരാം, ഇപ്പോൾ കുട്ടി അടങ്ങിയിരിക്കുക, JCB ആയിട്ട് നമുക്ക് കളിക്കാം, പാർക്കിൽ പോയി കളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ ഒരു വിധത്തിൽ ഞങ്ങളവിടെ പിടിച്ചിരുത്തി. ഇത് പാലക്കാട് വിക്ടോറിയ കോളേജിൻ്റെ പരിസരമാണ് കേട്ടോ. അമ്മേനെ കൂട്ടി വരിക കാരണം കറക്റ്റായിട്ട് ഞങ്ങൾക്ക് നേരെ കോട്ടയൻ്റെ അവിടേക്ക് എത്താൻ പറ്റി. അല്ലെങ്കിൽ ഞങ്ങൾ ഒരുപാട് വഴി തെറ്റിക്കും. ഞാൻ പാലക്കാട് വരെയാണ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പാലക്കാട് ഞങ്ങൾ വല്ലപ്പോഴേ വരാറുള്ളായിരുന്നു. കാരണം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ചും കൂടി ദൂരമുണ്ട് പാലക്കാട്ടേക്ക്. പിന്നെ വല്ല സിനിമ കാണാനോ അല്ലെങ്കിൽ വല്ല ഡ്രസ്സ് എടുക്കാനോ അങ്ങനെയൊക്കെ നമ്മൾ വരുള്ളൂ. പിന്നെ കോട്ടയ്ക്ക് വരും, മലമ്പുഴ വരും എന്നല്ലാതെ നമ്മളങ്ങനെ പാലക്കാട് എപ്പോഴും വരുന്ന ആൾക്കാരൊന്നുമല്ല. അതുകൊണ്ട് നമുക്ക് എപ്പോഴും വഴി തെറ്റും. അപ്പം അമ്മ ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ കോട്ട മൈതാനത്തിൽ എത്താൻ പറ്റിയിട്ടോ. പണ്ടൊക്കെ ഞങ്ങളുടെ കോട്ടയൻ്റെ ഉള്ളിൽ ഒരു ഹനുമാൻ്റെ അമ്പലം ഉണ്ടായിരുന്നു. ആ അമ്പലത്തേക്ക് ഞങ്ങൾ എപ്പോഴും വരുമായിരുന്നു കേട്ടോ. ഒരു ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞങ്ങൾ തൊഴും, വടമാലയൊക്കെ കഴിക്കുമായിരുന്നു. ഇപ്പോൾ കുറച്ചധികമായി ഞങ്ങൾ വന്നിട്ടില്ല. ഇനി ഒരു ദിവസം രാവിലെ വന്നിട്ട് തൊഴുത് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ പറക്കൽ വണ്ടിക്ക് നിർത്തിയിട്ട് പൊന്നൂട്ടം പതിവ് പോലെ പച്ച ഐസ് വാങ്ങി തിന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കഴിക്കില്ല, എനിക്കൊന്നാമത് ഈ ഐസ് ഇഷ്ടമല്ല. പിന്നെ ധ്യാനും എന്നെ പോലെയാണ്, അവന് അധികം ഐസിനോട് താല്പര്യമില്ല. അവനിതിങ്ങനെ ഫ്രൈസും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അവന് വേണ്ട പൊട്ടാറ്റോ ഫ്രൈസ് മേടിച്ചു കൊടുത്തു. 2 ആൾക്ക് ഐസ് വാങ്ങി. അങ്ങനെ ഞങ്ങൾ നേരെ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി. പൊന്നൂട്ടം ഭയങ്കര കൗശലക്കാരനാണ് കേട്ടോ. അവൻ പെട്ടെന്ന് അവൻ്റെ ഐസ് വേഗം തിന്നിട്ട് അടുത്തത് കൈ കാണിച്ചു, പോപ്കോണ്. ഇനി അടുത്തത് പറയേണ്ടതായിട്ട് മുമ്പ് വേഗം നമുക്ക് ഉള്ളിൽ കയറാമെന്ന് പറഞ്ഞിട്ട് കുട്ടിയുടെ വേഗം ടിക്കറ്റ് ഒക്കെ എടുത്ത് ഉള്ളിൽ കയറിയിട്ട് ഞാൻ പണ്ടൊക്കെ കല്യാണമൊക്കെ ഉറപ്പിച്ച സമയത്ത് കുട്ടേട്ടനും ഞാനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് 1-2 തവണ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് വരുന്നത്. ഏകദേശം ഒരു 14 വർഷം ഒക്കെ എടുത്തു ഈ ഒരു പാർക്കിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും ഒന്ന് കയറാൻ.
അങ്ങനെ ആ ഓർമ്മകളൊക്കെ അയവിറക്കിയിട്ടാണ് ഞാൻ ഈ പോകുന്നത്. മൂപ്പർക്ക് അങ്ങനെ അയവിറക്കാൻ ഓർമ്മകളൊന്നും ഇല്ല തോന്നുന്നുണ്ട്. മൂപ്പർ അത് പോപ്കോണാണ് അയവിറക്കണത്. അങ്ങനെ അമ്മേനോട് ഈ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നിങ്ങളൊന്നും അറിയാതെ ഞാൻ കുറേ തവണ ഇവിടെ വന്നിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അമ്മയ്ക്കൊന്നും കേൾക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. കാരണം അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഞാനൊക്കെ കുട്ടിയായിരുന്ന സമയത്ത് ഭയങ്കര സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഒരു ഫ്രീഡം കിട്ടുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് തല പൊക്കുമല്ലോ. അങ്ങനെ കുറച്ച് കുരുത്തക്കേടുകളൊക്കെ ഞാനും കാട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എന്നെ അതിശയപ്പെടുത്തിയ കാര്യം ഇതല്ല, നമ്മളോട് ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് നിന്ന ഇവരുടെ പേരക്കുട്ടികളുടെ കാര്യം വരുമ്പോഴേക്കും ഭയങ്കര ലോല ഹൃദയരായിരിക്കും. അപ്പോൾ തല്ലരുതെന്നൊക്കെ ഇപ്പം എന്നോട് പറയാറുണ്ട്. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഞങ്ങൾ തല്ലി പദം വരുത്തിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുട്ടികളെ തല്ലാനും ചീത്ത പറയാനൊന്നും പാടില്ല കേട്ടോ. അവരുടെ മുമ്പിൽ വെച്ചിട്ട് എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാണല്ലേ, എനിക്കറിയാം എൻ്റെ അമ്മായിമ്മ ഇങ്ങനെ തന്നെയാണ്, നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ തന്നെയാവും എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ആവും, അതങ്ങനെ വരും. അപ്പൊ പാർക്കൊക്കെ എത്തിയപ്പോൾ ആൾക്കാർ നല്ല കളിയൊക്കെ തുടങ്ങി. ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. മക്കള് നല്ല അടിപൊളിയായിട്ട് കുറേ നേരം കളിച്ചു. പൊന്നൂട്ടനെയാണ് എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ആള് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയതുകൊണ്ട് എപ്പോഴും അവൻ്റെ മേത്തൊരു കണ്ണ് വേണം, അല്ലെങ്കിൽ ആളങ്ങ് ഓടിക്കളഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ടെന്ന് കുട്ടീനെ കാണാതെയാവും. അപ്പോൾ നമ്മൾ ടെൻഷനല്ല. അപ്പോൾ ഒരാളും അവൻ്റെ ഒപ്പം നടക്കും. കുഞ്ഞാവ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, അവൻ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ഈ സ്വത്തും അതിൻ്റെ മൂത്ത മോനും അങ്ങനെ തന്നെയായിരുന്നു, പാവമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആൺകുട്ടികൾ കുറച്ച് വില്ലന്മാരാണെന്നൊക്കെ പറയുന്നത് കേൾക്കും, പക്ഷെ എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, എൻ്റെ മക്കൾ പാവമാണെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തോന്നുന്നുണ്ട് രണ്ടാമത്തെ ഇച്ചിരി നല്ല പൊട്ടിപ്പൊരുപ്പനെ തന്നെയൊക്കെ കിട്ടിയത്. നല്ല പൊട്ടിപ്പൊരുപ്പ് പറഞ്ഞാൽ നല്ല പൊട്ടിപ്പൊരുപ്പാണ്. ആളെങ്ങനെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയതുകൊണ്ട് എപ്പോഴും അവൻ്റെ പിന്നാലെ നമ്മളിങ്ങനെ ഒരാളുടെ കണ്ണ് എപ്പോഴും വേണം. അപ്പോൾ അതാ കുട്ടേട്ടനാണ് അവനെ ആട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ കുഞ്ഞാവയും സ്വത്തും കുറച്ച് പാവങ്ങളാണ് കേട്ടോ. പക്ഷെ പൊന്നൂട്ടൻ പാവാട്ടോ, ഭയങ്കര സ്നേഹമാണ് എന്നോടും എല്ലാവരോടും ഭയങ്കര സ്നേഹം. അവൻ്റെ സ്നേഹം ഒരു പ്രത്യേക സ്നേഹമാണ്, വേറൊരു സ്നേഹമാണ് അവന് ഞങ്ങളോട്. അപ്പോൾ കുറച്ച് നേരമൊക്കെ നിന്നിട്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. കാരണം അവിടുന്ന് വിളി വന്നിട്ടുണ്ടായിരുന്നു 1 മണി 1:30 ആകുമ്പോഴേക്കും ട്രെയിൻ ഇവിടെ എത്തും പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് അവിടുന്ന് ഇറങ്ങിട്ടോ. എന്നിട്ട് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. അവളുടെ വീഡിയോ ഒന്നും ഞാനിതിൽ ഉൾപ്പെടുത്തുന്നില്ല, കാരണം അവർക്കൊന്നും നമുക്ക് ഇങ്ങനെ ഈ പറയുന്ന വീഡിയോസിലൊന്നും വരാൻ ചില ആൾക്കാർക്ക് താല്പര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മളുടെ ആ ഒരു അവരുടെ ഒരു പ്രൈവസി നമ്മൾ മാനിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരുടെ വീഡിയോ ഒന്നും ഞാൻ ഇടുന്നില്ല. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി ട്രെയിനൊക്കെ കാണിച്ചു കൊടുത്തു. കുഞ്ഞാവിനെ അതിൻ്റെ ഉള്ളിലൊക്കെ കയറ്റി കുറച്ച് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നടന്നു. തീവണ്ടി പോണൊക്കെ ആൾ അടുത്തുനിന്ന് കണ്ട ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോഴേക്കും ഞങ്ങളിങ്ങനെ കഥ പറഞ്ഞിരിക്കുമ്പോഴേക്കും ആൾ വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.